IB ഉദ്യോഗസ്ഥയായ മേഘ ഗർഭിണിയായപ്പോൾ അത് അലസിപ്പിച്ച ശേഷം വിവാഹത്തിൽ നിന്നും സുഗാന്ത് ഒഴിഞ്ഞു മാറിയത് സിവിൽ സർവീസ് പരീക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് അബോർഷൻ നടത്താൻ കൂടെ നിന്നതും അതുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായവും ചെയ്തത് സുഗാന്തിന്റെ അടുപ്പക്കാരിയായ മറ്റൊരു IB ഉദ്യോഗസ്ഥ തന്നെയാണ്. ഒളിവിൽ തുടരുന്ന സുഗാന്തിനെ പിടികൂടാൻ അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിക്കും. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ച് IBയിലെ വനിതാ ഓഫീസർ മേഘയെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട സുഗാന്ത് സുരേഷിനെ തേടി പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സുഗാന്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് കടന്നിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന നിഗമനം. സുഗാന്തും കുടുംബവും ഒരുമിച്ചല്ല ഒളിവിൽ പോയിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ സൂചന. കേരളത്തിന് പുറത്തേക്കും ഇയാൾക്കുള്ള തിരച്ചിൽ കർശനമാക്കിയിരിക്കുകയാണ്. സുഗാന്തിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ബലാത്സംഗം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ നേരത്തെ ചുമത്തിയിരുന്നു. യുവതിയുടെ ബാഗിൽ നിന്ന് ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ട രേഖകളും വ്യാജ വിവാഹ ക്ഷണക്കത്തും കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് സുഗാന്തിനെതിരെ ഇപ്പോൾ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. അതേസമയം സുഗാന്തിന്റെ പുതിയ പെൺസുഹൃത്ത് IBയിലെ തന്നെ ഒരു വനിതാ ഓഫീസർ എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയ മറ്റൊരു കാര്യം. രാജസ്ഥാനിലെ പരിശീലന കാലയളവിൽ വെച്ച് പരിചയപ്പെട്ട സുഗാന്ത് യുവതിയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് യുവതിയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഓഫീസറായ സുഗാന്ത് അവിടെ അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് യുവതിക്കൊപ്പം താമസിച്ചിരുന്നു. വിവാഹം കഴിക്കാമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ സിവിൽ സർവീസ് പരീക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് ആവശ്യം തള്ളിക്കളയുകയായിരുന്നു. ഇതിനിടയിലാണ് ഗർഭം അലസിപ്പിച്ചെന്ന വിവരവും പുറത്തു വന്നത്. എന്നാൽ യുവതിയെ വഞ്ചിച്ച സുഗാന്ത് നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വനിതാ IB ഓഫീസറുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുഗാന്തിന്റെ സഹപ്രവർത്തകരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. അടുത്ത ദിവസം ഹൈക്കോടതി സുഗാന്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ പോലീസ് കോടതിയെ അറിയിക്കും. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതിനും പണം തട്ടിയെടുത്തതിനും സുഗാന്തിനെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ, വഞ്ചന കുറ്റങ്ങൾ നേരത്തെ ചുമത്തിയിരുന്നു. സുഗാന്ത് കേരളം വിട്ടുപോകുമെന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ ഇറക്കിയ സാഹചര്യത്തിൽ രാജ്യം വിട്ടുപോകാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ ആരോപണം നേരിടുന്ന സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷിന്റെ വീട്ടിലുള്ളത് പട്ടിണിയിലായ വളർത്തുമൃഗങ്ങൾ മാത്രമാണ്. ആത്മഹത്യാ വാർത്ത പുറത്തു വന്നതിന് ശേഷം സുഗാന്തും മാതാപിതാക്കളും എവിടെയാണെന്ന് വ്യക്തമല്ല. എടപ്പാളിന് സമീപം ശുഗപുരത്തെ പെട്രോൾ പമ്പിനടുത്താണ് സുഗാന്ത് സുരേഷിന്റെ വീട്. വിശാലമായ പുരയിടത്തിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ നിലയിലാണ്. ആത്മഹത്യാ വാർത്തയ്ക്ക് ശേഷം ഗേറ്റ് തുറന്നിട്ടില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു. അയൽവാസികളുമായി കാര്യമായ അടുപ്പമോ സൗഹൃദമോ പുലർത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എവിടേക്കാണ് ഇവർ പോയിട്ടുണ്ടാവുക എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയുമില്ല. സുഗാന്തിന്റെ പിതാവ് ഏറെക്കാലം വിദേശത്തായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. സുഗാന്ത് ഏക മകനാണ്. മികച്ച സാമ്പത്തിക നിലയുള്ള കുടുംബത്തിന് വിവിധയിടങ്ങളിലായി ഭൂമിയും മറ്റും സ്വന്തമായി ഉണ്ടെന്ന് അയൽവാസികൾ പറയുന്നു. സുഗാന്തിന്റെ പിതാവ് ഇടക്കാലത്ത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടത്തിയിരുന്നു. വീട്ടുവളപ്പിൽ നിന്ന് പശുക്കളുടെ വലിയ കരച്ചിൽ കേട്ട് അവയ്ക്ക് തീറ്റ കൊടുക്കാൻ അയൽവാസികൾ ശ്രമിച്ചെങ്കിലും മതിലിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ല. തൊഴുത്തിൽ 8 പശുക്കൾ, റോട്ട്വീലർ ഇനത്തിൽപ്പെട്ട വളർത്തുനായ, ഒരു ചെറിയ കൂട് നിറയെ കോഴികൾ എന്നിവ വീട്ടുവളപ്പിലുണ്ട്. പുരയിടത്തിന്റെ അതിരിലെ ഇടുക്കുവഴിയിലൂടെ കടന്നുകയറി അയൽവാസികളായ അലി, ഇബ്രാഹിം, ഷാഫി തുടങ്ങിയവർ പശുക്കൾക്ക് വൈക്കോലും വെള്ളവും നായ്ക്ക് ചോറും മറ്റും നൽകി. വലിയ അടുപ്പമൊന്നുമില്ലാത്ത കുടുംബത്തെക്കുറിച്ച് ഒന്നും പറയാൻ അയൽവാസികൾക്ക് കഴിഞ്ഞില്ല. ഭക്ഷണവും വെള്ളവും കിട്ടാതെ വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങുമെന്ന ആശങ്കയായതോടെ ഗ്രാമപഞ്ചായത്ത് അംഗം ES സുകുമാരനെ അറിയിക്കുകയും അദ്ദേഹം എത്തി നായ്ക്കൾക്ക് തീറ്റയും പശുക്കൾക്ക് കാലിത്തീറ്റയും മറ്റു സാധനങ്ങളും വാങ്ങി നൽകുകയുമായിരുന്നു.